ഞാൻ ഡോക്ടർ സോണി. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഞാനൊരു 1 മന്ത് ആയേ ഉള്ളൂ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഇന്നലെ പെട്ടെന്ന് യൂട്യൂബ് എനിക്കൊരു 8ന്റെ പണി തന്നു. എന്താണെന്ന് നിങ്ങൾക്ക് അറിയണോ? ഞാനൊരു അരമണിക്കൂർ എടുത്തിട്ടാണ് അത് സോൾവ് ചെയ്തത്. അപ്പോൾ പുതുതായി ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടെ ചെയ്യണേ. ഞാൻ കൂടുതലും ലൈഫ് സ്റ്റൈൽ വീഡിയോസും കുക്കിംഗ് വ്ളോഗ്സും ഒക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. യൂട്യൂബ് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഓരോ പണി തരുമ്പോൾ അതിൻ്റെ അപ്ഡേഷനും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവർക്ക് അതൊരു ഉപകാരമാകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വീഡിയോസും കൂടെ. ഞാൻ ഈ പ്രോബ്ലം വന്നപ്പോൾ യൂട്യൂബിൽ തന്നെ പോയി സെർച്ച് ചെയ്തു. പക്ഷേ എനിക്ക് അന്നേരം ഒരു സൊല്യൂഷൻ അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ ചാനലിൻ്റെ സെറ്റിങ്സിൽ കയറിയിട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം ഇനി എന്താണ് സംഭവിച്ചതെന്ന് കാര്യത്തിലേക്ക് കടക്കാം. ഇന്നലെ ഉച്ചയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, എൻ്റെ വീഡിയോസൊക്കെ മലയാളത്തിൽ കാണാൻ പറ്റുന്നില്ല, എല്ലാം ഇംഗ്ലീഷിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇംഗ്ലീഷിൽ എൻ്റെ വോയിസ് കേൾക്കുന്നില്ല, ഇംഗ്ലീഷിലുള്ള ഗൂഗിൾ പറയുന്ന പോലത്തെ വോയിസ് ആണ് കേൾക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം ഞാൻ സെറ്റിങ്സ് ഒന്നും ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താണ് ഇത് സംഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ യൂട്യൂബ് എനിക്ക് ഒരു 2-3 ദിവസം മുമ്പ് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടോ ഡബിംഗ് വിൽ ബി എനാബിൾ ടു യുവർ ചാനൽ. അതിൽ നിങ്ങൾക്ക് അത് അലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അലോ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാമെന്ന് പറഞ്ഞിട്ട് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ മെയിൽ നോക്കിയിട്ടും ഉണ്ടായിരുന്നില്ല, വായിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തോണം. ഇതുപോലെയുള്ള പല അപ്ഡേറ്റ്സും യൂട്യൂബ് നിങ്ങൾക്ക് തരും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു 5-6 മന്ത്സിന് മുന്നേ ആണെന്ന് തോന്നുന്നു ഈ ഫീച്ചർ യൂട്യൂബിലേക്ക് വന്നത്. അതുപോലെ തന്നെ ഓരോരുത്തർക്കും വീഡിയോസ് എടുത്തിട്ട് വ്യൂവേഴ്സിന് അവരുടെ ലാംഗ്വേജിലേക്ക് അത് ചേഞ്ച് ചെയ്ത് കാണാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇതിപ്പോൾ യൂട്യൂബ് ഈ ഫീച്ചർ നമുക്ക് തന്നിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത് ഓട്ടോ ഡബ് ചെയ്ത് മറ്റുള്ള ലാംഗ്വേജസിലേക്ക് പോകുമ്പോൾ, അത് കൂടുതൽ ഇംഗ്ലീഷിലേക്ക് പോകുമ്പോഴത്തേക്കും പുറത്തുള്ള വ്യൂവേഴ്സിന് ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് കാണുമ്പോൾ കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടും, പുറത്തുനിന്നുള്ള കൂടുതൽ വ്യൂവേഴ്സിനെ കിട്ടും. നമ്മുടെ ചാനലിന് കൂടുതൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബ് ഈ ഫീച്ചർ നമുക്ക് തന്നിരിക്കുന്നത്. അതായത് യൂട്യൂബ് നമ്മളെ സഹായിക്കാൻ വേണ്ടി തന്ന ഒരു ഫീച്ചറാണ്. പക്ഷേ എനിക്കിതൊരു 8ന്റെ പണിയായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ഞാൻ ഈ ഫീച്ചർ ഓഫ് ആക്കിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ യൂട്യൂബേഴ്സിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ഫീച്ചർ എനാബിൾ ആയിട്ടുണ്ടോ, നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് കൂടി കമന്റിൽ ഒപ്പീനിയൻ പറയാം. എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ തുടക്കം യൂട്യൂബേഴ്സ് ആണ്, പുതുതായിട്ട് തുടങ്ങിയവർ. ഞാൻ 1 മന്ത് ആയോട് തുടങ്ങിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് മലയാളികളാണ്. അതായത് പുറത്തുള്ള രാജ്യത്തുള്ള ആൾക്കാരൊന്നും നമ്മുടെ വീഡിയോസ് കാണാൻ പോകുന്നില്ല. അപ്പോൾ നമ്മളിത് ഇംഗ്ലീഷിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള വ്യൂവേഴ്സും കൂടെ പോയി കിട്ടത്തേ ഉള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം നമ്മളിത് ഇംഗ്ലീഷിലേക്ക് ആക്കുന്നുടനെ മലയാളീസ് ആയിട്ടുള്ള ആൾക്കാർ ഇത് സ്കിപ്പ് ചെയ്ത് വിടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫീച്ചർ ഓഫ് ആക്കി ഇട്ടത്. അപ്പോൾ പുറത്തുള്ള ആൾക്കാർ ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ, അതായത് ഇംഗ്ലീഷ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ആവുന്ന സമയത്ത് കൂടുതൽ കാശ് നമുക്ക് കിട്ടും, അതായത് കൂടുതൽ ഡോളർ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നല്ല റീച്ച് കിട്ടിയ ചാനലൊക്കെ ആണെങ്കിൽ ആൾക്കാർ അതിൽ പോയി സെറ്റിങ്സിൽ പോയി അവർക്ക് വേണ്ട ലാംഗ്വേജിലേക്കൊക്കെ മാറ്റി വീഡിയോ കണ്ടെന്ന് വരാം. പക്ഷേ തുടക്കക്കാരായിട്ടുള്ള ചാനൽസിന് ഇത് അത്ര യൂസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിനി എങ്ങനെയാണ് അത് സെറ്റിങ്സിൽ പോയി ഓഫ് ആക്കി ഇട്ടതെന്നുള്ള സെറ്റിങ്സ് ആണ് ഇനി ഞാൻ സ്ക്രീൻ റെക്കോർഡിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഗൂഗിൾ ക്രോമിലേക്ക് പോവുക. അവിടെ പോയി നമ്മൾ studio.youtube.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും യൂട്യൂബ് സ്റ്റുഡിയോ ഇങ്ങനൊരു പേജ് ഓപ്പണായി വരും. അതിൽ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുക്കുമ്പോഴത്തേക്കും ഇനിയും ഇത് അടുത്ത് നമ്മുടെ ചാനൽ ഓപ്പണായി വരികയാണ്. അപ്പോൾ അതിൽ ഈ പേജിൻ്റെ ഏറ്റവും താഴെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിൽ സെറ്റിങ്സിൻ്റെ ഒരു ചിഹ്നം നിങ്ങൾക്ക് കാണാം. ഒരു ചക്രം പോലത്തെ ഒരു സിമ്പലാണ് സെറ്റിങ്സിൻ്റെ സിമ്പൽ. അത് നിങ്ങൾ ഓപ്പൺ ആക്കി കൊടുക്കുക. അത് ഓപ്പൺ ആക്കി കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കവിടെ ജനറൽ, ചാനൽ, അപ്ലോഡ് ഡീഫോൾട്ട് ഇങ്ങനെ താഴോട്ട് കാണാം. അതിൽ നിങ്ങൾ അപ്ലോഡ് ഡീഫോൾട്ട്സ് എടുക്കുക. അപ്ലോഡ് ഡീഫോൾട്ട്സ് പ്രസ് ചെയ്യുന്ന ഉടനെ നിങ്ങൾക്ക് മുകളിൽ ബേസിക് ഇൻഫോ, അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് കാണാം. അതിൽ നിങ്ങൾ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എടുത്തിട്ട് അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക് ഡബ്ബിംഗ് എന്ന് കാണാം. അതിൽ അലൗ ഓട്ടോമാറ്റിക് ഡബ്ബിങ്ങിൻ്റെ സൈഡിൽ ഒരു സ്ക്വയർ പോലത്തെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ടിക്ക് ഉണ്ടെങ്കിൽ ആ ടിക്ക് മാറ്റി കൊടുക്കുക. അതൊന്നുകൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേന് ആ ടിക്ക് പോവും. അതിനുശേഷം താഴെ സേവ് എന്ന ബട്ടൺ പ്രസ് ചെയ്ത് സേവ് ചെയ്യുക. ചെയ്താലും നിങ്ങൾ അപ്ഡേറ്റ് അല്ലെങ്കിൽ സേവ് എന്നൊരു ഓപ്ഷൻ വരുന്നത് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്ത സെറ്റിങ്സ് സേവ് ആവത്തില്ല. ഓക്കെ, ഇനി ഞാൻ ബാക്ക് വരികയാണ്.
ഓൾറെഡി യൂട്യൂബ് എൻ്റെ ഒരു 5 വീഡിയോസിൽ ഇംഗ്ലീഷിൽ ഓട്ടോമാറ്റിക് ഡബ്ലിംഗ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി പോയി ഇനി ഓഫ് ആക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങൾ ലോഗിൻ ചെയ്ത് കയറിയ ആ ഫസ്റ്റ് പേജിൽ തന്നെ തിരിച്ചു വരിക. എന്നിട്ട് ടോപ്പിൽ 5ാമത്തെ ഓപ്ഷനാണ് ലാംഗ്വേജിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾക്ക് ഓരോ കണ്ടൻറ്റും എടുത്തിട്ട് അതിലെ ഓട്ടോമാറ്റിക് ഡബ്ബിംഗ് ഡിലീറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കണ്ടൻറ് എന്നുള്ള ലെഫ്റ്റ് സൈഡിലെ 2ാമത്തെ ഓപ്ഷനായിട്ട് വരുന്ന കണ്ടൻറ് എടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസും ഷോർട്സും ഒക്കെ വരും. അപ്പോൾ മുകളിൽ ഞാൻ ഷോർട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഷോർട്സ് എടുക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന ഈസി തുർക്കിഷ് ചിക്കൻ അതാണ് എടുക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ടൈറ്റിലാണ് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. ടൈറ്റിൽ പ്രസ് ചെയ്യുമ്പോഴത്തേന് ഇതുപോലെ വീഡിയോ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്ന തംബ്നെയിലും നമ്മൾ കൊടുത്തിരിക്കുന്ന ടാഗ്സും ടൈറ്റിലും എല്ലാം ഇങ്ങനെ ഡീറ്റെയിൽസ് വരും. എന്നിട്ട് മുകളിൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ 5ാമത്തെ ഓപ്ഷനാണ് ലാംഗ്വേജിൻ്റെ ഓപ്ഷൻ, അതെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജ് എന്ന് പറയുന്ന പേജ് വരും. അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം ട്രാൻസ്ലേഷൻസിൽ ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പബ്ലിഷ്ഡ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൽ മാനുവൽ സബ് ടൈറ്റിൽസ്, പിന്നെ ഡബ് ഓപ്ഷൻ വരും. അതിൽ ഡബ് ഓപ്ഷൻ എടുക്കുക. ഡബ് ഓപ്ഷൻ എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഡിലീറ്റ് ചെയ്തുകൊണ്ട് അത് കാണിക്കുന്നില്ല. നേരത്തെ എനിക്കിവിടെ ഡബ് ഓപ്ഷനിൽ എടുക്കുമ്പോഴത്തേനും 3 കുത്തുള്ള ഒരു ഇത് കാണിക്കും. ആ 3 ഡോട്ട്സിൽ നിങ്ങൾ പ്രസ് ചെയ്യുമ്പം അതിൽ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ആ ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഡബ് അങ്ങ് ഡിലീറ്റ് ആയി പൊക്കോളും. എന്നിട്ട് നിങ്ങൾ നേരത്തെ ചെയ്ത പോലെ അപ്ഡേറ്റ് അല്ലെങ്കിൽ സേവ് എന്നും പറഞ്ഞിട്ട് ചെയ്യണം. അപ്പോൾ ആ ഡബ്ബിങ് ഓഫ് ആയിക്കോളും. ഇതുപോലെ നിങ്ങൾ ഓരോ വീഡിയോയും എടുത്ത് ചെയ്തിട്ട് സേവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഈ സെറ്റിങ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പുതുതായിട്ടുള്ള യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് ഈ ഫീച്ചർ എനാബിൾ ആയോ, നിങ്ങളിത് ഓഫാക്കിയാണോ ഓണാക്കിയാണോ ഇടുന്നത്, നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. അപ്പം ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിന് നന്ദി. അപ്പോൾ തുടർന്നും എനിക്ക് സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു ഓൾ.